സുജോ സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ എംപിമാരടക്കമുള്ള ഒരു പ്രതിനിധി സംഘത്തെ നമ്മൾ പല രാജ്യങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ്. പാകിസ്ഥാന്റെ ഭീകരവാദത്തെ എത്രത്തോളം ആഴത്തിൽ അവർക്ക് ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. കാരണം പാകിസ്ഥാന്റെ ഈ ഭീകരവാദം എന്തിനാണ് ഇപ്പോൾ അവർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇതൊന്നും അവർക്ക് അറിയാത്ത കാര്യമല്ലല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ പ്രേം ശൈലേഷ് PS അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. അശാന്തി വിതയ്ക്കുന്ന അതിർത്തി എന്നാണ് പുസ്തകത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമാണ്. വളരെ ചെറിയൊരു പയ്യനാണ്, ചെറിയൊരു ഓത്തറാണ് അദ്ദേഹം. പാർലമെന്റ് മുതൽ പഹൽഗാം വരെ ജെയ്ഷെ മുഹമ്മദ്, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച പശ്ചാത്തലത്തിൽ അവരുടെ ഭീകരവാദത്തിന്റെ രീതി, അവർ അത് അവലംബിക്കുന്ന മാർഗങ്ങൾ, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദം, ജെയ്ഷെ മുഹമ്മദിന്റെ അജണ്ട എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരണം നൽകുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം രചിച്ച ഒരു പുസ്തകമാണ്. അത് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇന്ത്യ ബുക്സ് ആണ് പ്രകാശനം ചെയ്യുന്നത്. ആ പുസ്തകം 9447394322 എന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൊറിയറായി ലഭിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഓരോ ഭാരതീയനും വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്. ഭീകരവാദത്തെ അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ചിത്രത്തിൽ തന്നെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ്, നമുക്കറിയാം പഹൽഗാം ഭീകരവാദത്തിൽ നമ്മൾ തകർത്തത് പ്രധാനമായിട്ടും ജെയ്ഷെ മുഹമ്മദ് ഭീകരനായിട്ടുള്ള മസൂദ് അസറിന്റെ മുഴുവൻ കുടുംബാംഗങ്ങളെ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഹാഫിസ് ചെയ്ത് നമ്മൾ നോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് വർദ്ധിക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന തരുന്ന ഒരു ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആ നമ്പർ 9447394322 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടും. വായിക്കുക, ചിന്തിക്കുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഒരു പറ്റം MP ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് പാകിസ്ഥാൻ എത്ര നാളായിട്ട് ഭീകരവാദം പ്രവർത്തിക്കുന്നു? കൃത്യമായിട്ട് അറിയാം നമുക്ക് പാകിസ്ഥാൻ ഭീകരവാദികളാണ് എന്നുള്ള കാര്യം. അത് പാകിസ്ഥാന്റെ നമ്മുടെ ഖവാജ ആസിഫ് എന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ അമേരിക്ക ഫോർ 30 years. വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ വെസ്റ്റ് ഫോർ 30 years. പിറ്റേ ദിവസം അയാൾ മാറ്റി പറഞ്ഞു, അത് വേറെ കാര്യം. പാകിസ്ഥാൻ തുറന്നു പറഞ്ഞു, പാകിസ്ഥാനാണ് ഇവർക്ക് ടെററിസ്റ്റുകൾക്ക് ഫണ്ട് നൽകുന്നത്. എന്തിനു പറയുന്നു? അവിടെ മരിച്ച ഏറ്റവും വലിയ കൊടും ഭീകരവാദികൾക്ക് ഇവർ ഔദ്യോഗിക ബഹുമതികളോട് കൊടുത്താണ് അവിടെ ഫ്യൂണറൽ വരെ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ലോകത്തിന് മുന്നിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇപ്പോ ഇങ്ങനെ ഒരു മൂവ് നടത്തുകയാണ്. അതായത് നമ്മുടെ ഇവിടെ ജോൺ ബ്രിട്ടാസ് MP ഒക്കെ അറബ് നാടുകളിലേക്കാണ് പറഞ്ഞു വിടുന്നത്. എന്തായിരിക്കും ഇവർ ചെന്ന് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? ഇവർ ഇന്ത്യയുടെ ഇന്റൻഷൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇന്റൻഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത്? ഒരു കയറ് കൊടുത്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ. അപ്പൊ ആ കയറിന്റെ അപ്പുറത്ത് വലിയൊരു എന്താ പറയുക, ഒരു ജല്ലിക്കെട്ട് കാളയെ കെട്ടിയിട്ടുണ്ടെന്ന് ഇവർക്ക് അറിയില്ല. ഏത് നിമിഷവും ഓടിച്ചെന്ന് കുത്തി വീഴ്ത്താം ഇത്. അങ്ങനെ ഒരു സംഭവം ഇവർക്ക് അറിയില്ല. എന്തിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ പോകുന്നത്? ഇവിടെ അതിന്റെ പേരിൽ ഒരുപാട് ആഭ്യന്തരമായിട്ടുള്ള കലാപം കോൺഗ്രസിലൊക്കെ നടക്കുന്നുണ്ട്. ശശി തരൂരിനെ നരേന്ദ്രമോദി നിയോഗിച്ചതിൽ രാഹുൽ ഗാന്ധിക്ക് എതിർപ്പുണ്ട്. രാഹുൽ ഗാന്ധി പേര് കൊടുത്തില്ല എന്ന് പറയുന്നു. നരേന്ദ്രമോദി ആ പേര് ചേർത്തു എന്ന് പറയുന്നു. കോൺഗ്രസിനുള്ളിൽ കലാപം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാന്യമായിട്ടാണ് ഇത്തവണ പെരുമാറിയത്. ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചോദ്യമുണ്ട്, അത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഇത് രാജ്യത്തിന് പുറത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നു, അവർ പറയുന്നു. എന്റെ ചോദ്യം ഇതാണ് സാർ, അതായത് ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമല്ല. എന്താണ് നരേന്ദ്രമോദിയുടെ, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശം? ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിലുള്ള ഉദ്ദേശം. കാരണം ഇവരവിടെ പോയി അത് പറഞ്ഞിട്ട് വേണ്ട ലോക രാജ്യങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു നറേഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വേറൊരു ഉദ്ദേശം ഇതിന്റെ പിറകിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണത്? ഇതിപ്പോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശശി തരൂരിന്റെ കാര്യത്തിലാണ് കോൺഗ്രസ് വിവാദമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റേജിൽ നല്ല രീതിയിൽ ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അതിലൊരു വേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല വിദേശകാര്യ ഒരു സമിതിയുടെ ചെയർമാനും കൂടെയാണ് അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ട് ശശി തരൂർ പോകുന്നു, ഒപ്പം ജോൺ ബ്രിട്ടാസ് പോകുന്നു, ഇത് നമ്മുടെ OIC പോകുന്നുണ്ട്,
അത് ഇവര് പോകുന്ന പല രാജ്യങ്ങളിലേക്കാണ്, സെപ്പറേറ്റ് രാജ്യങ്ങളിലോട്ടാണ് പോകുന്നത്. തരൂർ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് US-ലോട്ടും UK-ലോട്ടും ആണെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ് അപ്പം യെസ് ഇതിന് നമ്മളെല്ലാവരും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിൽ നിന്നാണ് നമ്മുടെ ഇത് ഒസാമ ബിൻ ലാദനെ നമ്മൾ അമേരിക്കക്കാര് പിടിച്ച് കൊണ്ടുപോയി വധിക്കുകയൊക്കെ ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം അവിടെ മരിച്ച ആൾക്കാരോട്, മീൻസ് തീവ്രവാദികളുടെ കുടുംബാംഗങ്ങൾ മരിക്കുമ്പോൾ അവിടെ പട്ടാളക്കാരുണ്ട്, അവിടുത്തെ പ്രധാനമന്ത്രിയുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ഭീകരവാദികളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്കൊരു സ്റ്റേറ്റ് ഫ്യൂണറലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ലോകത്തിന്റെ കൺമുമ്പിൽ ഉള്ളതും സമയത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം പരക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ പറയുന്ന ഒരു ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം മൊത്തം അറിയിക്കണം, നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് അറിയിക്കണം, അതേപോലെ തന്നെ നമുക്ക് ലോകം മൊത്തമുള്ള രാജ്യങ്ങളിൽ നമുക്ക് കിടന്നില്ലയോ ഇതെല്ലാം പറയുകയും ചെയ്യണമെന്നുണ്ട്. പക്ഷെ പേഴ്സണലി ഞാൻ കരുതുന്ന ഒരു കാര്യം, അതിന് പിന്നില് ഒന്ന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാജ്യത്ത് തന്നെയുള്ള ഈ കടിച്ച പാമ്പുകളെ കൊണ്ട് തന്നെ വിഷമുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൊല്ല് മലയാളത്തിലുണ്ട്. അപ്പൊ ഈ ഇത്തവണ ഒരു ഗുണം കിട്ടിയ എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ നമ്മള് പുൽവാമ ആക്രമണത്തിനൊക്കെ ശേഷം ഇതിന് പിന്നിൽ പൊളിറ്റിക്കൽ നെറേറ്റീവ്സ് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ റൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെ ചെയ്തതാണോ എന്നുള്ള രീതിയിൽ സംശയമൊക്കെ വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഒരു ഇന്ത്യ ഗവൺമെന്റിനെയും പട്ടാളത്തിനെയും എല്ലാം ഒരു സംശയത്തിന് മുകളിൽ നിർത്തുന്ന രീതിയിൽ രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് തെളിവ് വേണം. അതായത് ഈ തവണ അവർക്ക് തെളിവ് വേണ്ട. കാരണം വെച്ചാൽ പാകിസ്ഥാൻ ഗവൺമെന്റിനെയാണ് ഇവർക്ക് പലർക്കും ഇന്ത്യ ഗവൺമെന്റിനേക്കാളും വിശ്വാസം. പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞു ഇവര് വന്ന് അടിച്ചിട്ട് പോയി, 11 ഞങ്ങളുടെ എയർഫീൽഡ്സ് അടിച്ചു കളഞ്ഞു, ബാക്കി ഇന്ന അടിച്ചു കളഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവർക്ക് തെളിവ് വേണ്ട. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇവര് ഉറപ്പായിട്ടും തെളിവ് ചോദിച്ചത്. ഓക്കെ, ലെറ്റസ് അവര് ഇത്തവണ വളരെ നീറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. എസ്പെഷ്യലി കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾ, തരൂരിനെ പോലുള്ള നേതാക്കന്മാര് വളരെ നീറ്റ് ആയിട്ട് ബിഹേവ് ചെയ്തു. എസ്പെഷ്യലി ഇപ്പൊ കഴിഞ്ഞ ദിവസം ആണെങ്കിലും ചിദംബരം ആണെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്, ഒരു റിയലിസ്റ്റിക് ആണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട, കേരളത്തില് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഈ എം സ്വരാജിനെ പോലെയുള്ള ഒന്നോ രണ്ടോ പേര് ഒരു ഉട്ടോപ്യൻ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ക്ലിയർ കട്ട് സ്റ്റാൻഡ് അതിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അത് തുടക്കം തൊട്ടേ പുള്ളിയുടെ ഒരു സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ചില ആൾക്കാരുണ്ട് അതിൽ കൃത്യമായിട്ട് ആ ബോധം ഇല്ലാത്ത ആൾക്കാർ, അത് ഏത് പാർട്ടിയിലും ഉണ്ടാവാം. ഇപ്പൊ തന്നെ നമ്മള് ചില ഇപ്പൊ BJP തന്നെയുള്ള ചില ആൾക്കാരുടെ ചില പ്രസ്താവനകളൊന്നും ഓരോ സന്ദർഭത്തിന് ചേരാത്ത പ്രസ്താവനകൾ മധ്യപ്രദേശിൽ നിന്നൊക്കെയുള്ള ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം, രാജ്യം ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എപ്പോഴും ഒരു പാഠമായിരിക്കണം. കാരണം വെച്ചാൽ രാജ്യത്തെക്കാളും വലുതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മതസ്ഥനോ അല്ലെ ഒരു മതമോ ഒന്നും രാജ്യത്തെക്കാളും വലുത്. അപ്പം ഇതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് എന്തിനാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തേക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം. ഇതില് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യ ഗവൺമെന്റിന് ഈ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുവാൻ പോവുകയാണെന്നുള്ള ഒരു വാർത്തകൾ, അല്ലെങ്കിൽ അതിന് ഉപോത്പകമായിട്ടുള്ള പല കാര്യങ്ങളും പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്. ഒന്ന് ബലൂചിസ്ഥാൻ അവിടുന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു മാറുന്നു. സിന്ധില് കഴിഞ്ഞ ദിവസം താങ്കൾ കണ്ടിട്ടുണ്ടാവും, ലോക നേതാക്കന്മാരെല്ലാം ഫോട്ടോസ്, എസ്പെഷ്യലി നരേന്ദ്രമോദിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് സിന്ധിന് ഒരു സെപ്പറേറ്റ് സ്വയംഭരണം വേണമെന്ന് പറഞ്ഞു വരുന്നു. ഈ പഞ്ചാബ് പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചാബ് മാത്രമാണ് ഇപ്പോഴത്തെ നിലവിലെ പാകിസ്ഥാൻ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ആർമിയുടെ ഒരു 60-70% പഞ്ചാബികളാണ്. അപ്പൊ അവരുടെയിലാണ് പാകിസ്ഥാന്റെ ടോട്ടൽ പവർ ഇരിക്കുന്നത്. അതായത് പാകിസ്ഥാനിലെ ഏതൊരു കാര്യവും തീരുമാനിക്കുന്നത് ഈ പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, നവാസ് ഷെറീഫ്, അവരെല്ലാവരും ഇപ്പോൾ ഉള്ള ആളും അടനീന എല്ലാവരും പഞ്ചാബീസ് ആണ്, ആ ഒരു മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഒരു ഡോമിനൻസ് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ നമ്മള് ഒരു ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഭാരതീയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഈ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം രൂപപ്പെടുന്ന കാലം തൊട്ട് ഇന്നോളം അവർക്ക് ആകെ ഉണ്ടായിരുന്നത്, പാകിസ്ഥാനിലെ മൈനോറിറ്റീസിനെ തുലച്ചു കളയണം എന്നുള്ള കാര്യത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ പോലും അവരുടെ ട്രൈബൽ ആയിട്ടുള്ള രീതികളുണ്ട്. അതായത് പിഷ്തൂൺ, ബലൂച്ച്, സിന്ധ്, പഞ്ചാബ്, ഈ പറയുന്ന മേഖലകൾ, പിന്നെ ഈ പിയോക്കയുടെ ചില ഭാഗങ്ങളും അവരെപ്പോഴും അവരുടെ സാംസ്കാരികമായി ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ
ആ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ അതൊക്കെ എന്ത് ചെയ്യും? അതായത് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് റഷ്യ 1991 92 ആ സമയത്തായിട്ട് USSR പല കൺട്രികളായിട്ട് കോൾഡ് പിരിഞ്ഞു വാർ പോയി. അവസാനിച്ചു. അപ്പൊ കോൾഡ് വാർ അവസാനിച്ചു. ആ സമയത്ത് USSRന്റെ ആയുധങ്ങൾ എങ്ങനെയാ വീതം വെച്ചത്? USSRന്റെ മിലിറ്ററി അസറ്റ്സ് അതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഏത് തരത്തില് ലോകം അത് മോണിറ്റർ ചെയ്യുകയും എന്നാ അതിനുവേണ്ടി അതായത് USSRന്റെ ഓൾമോസ്റ്റ് എല്ലാ ന്യൂക്ലിയർ വെപ്പൺസും റഷ്യ എന്ന് പറയുന്ന ഫെഡറേഷന്റെ കീഴിലോട്ട് മാറി. എന്തിന് 500ഓളം ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടായിരുന്നു. ഉക്രൈനിലുള്ള വാർഹെഡ്സ് പോലും ആ സമയത്ത് റഷ്യ എന്ന് പറഞ്ഞാൽ നിലവിലെ റഷ്യയിലോട്ട് മാറി. അപ്പം ഇതില് നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇങ്ങനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പാകിസ്ഥാനിൽ ഇരിക്കുന്ന ന്യൂക്ലിയർ വാർഹെഡ്സ് പലർക്കായിട്ട് അവിടെയുള്ള ഈ പറയുന്ന ഡിഫറെന്റ് ബലൂച്ചുകൾക്കോ സിന്ധികൾക്കോ പഞ്ചാബികൾക്കോ അല്ലെങ്കിൽ ഈ പഷ്തൂണിലുള്ളവർക്കോ മാത്രമായിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീവ്രവാദികളുടെ കയ്യിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തിനല്ലേ പലരും വിചാരിക്കുന്ന പോലെ ന്യൂക്ലിയർ വെപ്പൺ തന്നെ എത്തണമെന്നില്ല. ന്യൂക്ലിയറിന്റെ ഡേർട്ടി ബോംബ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെറ്റീരിയൽസുമായിട്ട് കലർത്തിയിട്ടുള്ള സ്ഫോടന ശേഷിയുള്ള ചെറിയ ബോംബുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഈ വികിരണങ്ങൾ ഉണ്ടാവും. അത് അണുവികിരണം ഉണ്ടാവുകയും കുറെ പേർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതിലെ പ്രൈമറി ആയിട്ടുള്ള പോയിന്റ് ഞാൻ കാണുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ഒരു ടെറർ സ്റ്റേറ്റ് ആണെന്നും ഇത് ഡീസ്റ്റേബിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെപ്പൺസിന്റെ കാര്യത്തിൽ ലോകം അതിന്റെ മേലൊരു തീരുമാനം എടുക്കണമെന്ന് ഫ്യൂച്ചറിൽ, അതായത് ചിലപ്പോ ഇപ്പൊ പറയുന്ന ബലൂച്ച് ഒക്കെ ഒന്ന് പൂർണ്ണമായിട്ടും ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു 3 വർഷത്തിനുള്ളിൽ അത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും എന്നൊക്കെ രീതിയിലാണ് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് അല്ല, ഓൾറെഡി ഇപ്പൊ ബലൂച്ചിലെ റിയലിസ്റ്റിക് അവസ്ഥ എന്ന് ആകുന്നു. പറഞ്ഞാല് ബലൂച്ചിലോട്ട് പാക് പട്ടാളത്തിന് കയറാനായിട്ട് സാധിക്കുന്നില്ല. പാക് പട്ടാളത്തിന് വിലക്കാണ് ബലൂച്ചിൽ ഇപ്പോ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പോരാത്തതിന് ബലൂചിസ്ഥാന്റെ നിയന്ത്രണം പാക് സേനയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന താങ്കളുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ വളരെ ദീർഘവീക്ഷണത്തോടുകൂടെയുള്ള ഒരു പരിപാടിയാണ് ഇന്ത്യൻ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത്. അത് പുള്ളിയെ സമ്മതിച്ചു കൊടുക്കും. കാരണം നമുക്കറിയായിരുന്നു, നമ്മൾ S-400 മേടിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ മേടിച്ചുകൊണ്ട് വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞത്. അതായത് അന്ന് മേടിച്ചതാണ് 2018 17 നമ്മൾ മേടിക്കാനായിട്ട് കരാർ ഒപ്പിട്ട് മേടിച്ചപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഇത് കൊണ്ടുവന്നാൽ പട്ടിണി മാറുമോ, ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്, നരേന്ദ്രമോദിക്ക് അഴിമതി കാണിക്കാനാണ്. സുഡാപ്പികളൊക്കെ ഒരേ ബഹളമായിരുന്നു ഇവിടെ കിടന്നുകൊണ്ട്. ഒമാരുടെ എല്ലാം അണ്ണാക്കി അടിച്ചുകൊണ്ടാണ് ഇപ്പോൾ S-400ന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് റഷ്യ പരാജയപ്പെട്ട സ്ഥലത്താണ് ഇന്ത്യ നമ്മുടെ ടെക്നോളജി കൂടെ അതിൽ വികസിപ്പിച്ച് വിജയിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ S-500 നമ്മൾ സംയുക്തമായി നിർമ്മിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. യവന്മാരൊന്നും മിണ്ടുന്നില്ല. യവന്മാരെ അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റഫേൽ കൊണ്ടുവന്നപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണ. അപ്പൊ നാളെ പാകിസ്ഥാൻ എന്തായിരുന്നാലും 4 രാജ്യങ്ങളായിട്ട് ചെതറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബലൂചിസ്ഥാനാവും, പഖ്തൂൺ മേഖല പോവും, പാക് അധീന കശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് വരും, സിന്ധ് മേഖല വേറെയാവും. അപ്പൊ ഇങ്ങനെ 4ആയിട്ട് പോകുമ്പോൾ ഒരു ന്യൂക്ലിയർ രാജ്യം പോകുമ്പോൾ അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഏത് രാജ്യത്തിലേക്ക് പോകും എന്നുള്ള കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴേ, അതായത് ഇന്ത്യ അത്ര ദൂരെയാണ് നമ്മൾ ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? അതില് കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ നമ്മളൊരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ധനുഷും ഞാനും തമ്മിൽ ഇപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഈ അണുവായുധങ്ങളുടെ കാര്യം അല്ലെ പാകിസ്ഥാൻ സ്പ്ലിറ്റ് ആവും എന്നുള്ള കാര്യം, അതൊരു 2-3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അല്ലാതെ ഒരു ദിവസം ഇരുട്ട് വെളുക്കുമ്പോൾ ബലൂചിസ്ഥാൻ ഉണ്ടായി, അല്ലെ ഒരു ദിവസം ഇരുട്ട് വെളുക്കുമ്പോൾ സിന്ധ് ഉണ്ടായി, അങ്ങനെയല്ല. അതായത് ഇപ്പൊ അവര് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, അവര് തമ്മിൽ അടി നടക്കും, അത് കഴിഞ്ഞിട്ട് ഇത് തുടർന്ന് പോകും. അപ്പൊ കുറച്ച് രാജ്യങ്ങൾ അത് അനുകൂലിക്കും, കുറച്ച് പേര് അനുകൂലിക്കില്ല. അപ്പം അവര് ലോകം മൊത്തം ലോബിങ് നടത്തും. ആ ലോബിങ് നടത്തി അങ്ങനെ ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ പറയുകയാണ് പാകിസ്ഥാൻ 4ആയിട്ട് പിരിഞ്ഞു പോകും. അപ്പൊ അടുത്ത ആഴ്ച ഒരുത്തം വന്നിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടും, ഇടോ ധനുഷേ താനല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ പാകിസ്ഥാൻ 4ആയിട്ട് പിരിഞ്ഞു പോയി, എവിടെ പിരിഞ്ഞു, അവരിപ്പോ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അതായത് ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് 3 ഇയേഴ്സ് 4 ഇയേഴ്സ് 5 ഇയേഴ്സ് മേ ബി 10 ഇയേഴ്സ് കഴിഞ്ഞ് സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു 4-5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ന്യൂക്ലിയർ വെപ്പൺ അല്ലെ ന്യൂക്ലിയർ അസറ്റ്സ് അവരുടെ ഏതെങ്കിലും ഒരു ഇതിൽ പെട്ടുപോകുന്നതിന് താല്പര്യപ്പെടുന്നില്ല. ലോകത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ടെറർ ഗ്രൂപ്പുകളുടെ കയ്യിൽ ഇത് എത്തിപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല.
അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് അനുവദിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൗദി അറേബ്യ ഒക്കെ കോടാനുകോടി ഡോളർ പാകിസ്ഥാനിൽ വാരി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെ അവരൊന്നും കാണാതെ ഇവരെ കിട്ടാനാണ് കൊടുക്കുന്നത്. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി അവർ ലക്ഷ്യം വെക്കുന്നത്, അതായത് ഇന്ന് ഒരു ഇസ്ലാമിക് വേൾഡിലുള്ള അല്ലെങ്കിൽ ഒരു സുന്നി ന്യൂക്ലിയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവരെയാണ്, അതായത് പാകിസ്ഥാനാണ്. അപ്പൊ അതെ ഈ വെപ്പൺസ് മോസ്റ്റ് പ്രോബബ്ലി സൗദി ചൂണ്ടും. ആ സൗദി ചൂണ്ടിയാലും നമുക്ക് പ്രശ്നമില്ല, ചിലപ്പോൾ ഭാരതത്തിന് പ്രശ്നം ഉണ്ടാവില്ല, അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയിലോട്ടുള്ള ഒരു 4, 5, 6 വർഷത്തിന് ശേഷം ഈ അല്ല അത് രീതിയിൽ സൗദി മാറാനുള്ള ഒരു സാധ്യത ഇപ്പോഴും. സൗദി ചൂണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ദഹിക്കില്ല കേട്ടോ. അവർ പറയും ഓ സൗദി ഇത് എന്തൊരു നിരീക്ഷണമാണെന്നൊക്കെ. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിങ്ങനെ. ഇവർക്ക് ഈ നമ്മുടെ ഇപ്പോൾ ഒരുത്തനാണെങ്കിൽ ഇപ്പോൾ കുറ്റിയും പറിച്ചുകൊണ്ട് ജാമ്യത്തിനായിട്ട് നടപ്പുണ്ട്. ഇന്ത്യ ബലൂചിസ്ഥാനികൾക്ക് ആയുധം അതെ. കൊടുത്ത് പാകിസ്ഥാനെ ആ, അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവനൊക്കെ ആണെങ്കിൽ അതെ. എന്താണ് നാളെ POK ഇന്ത്യ പിടിക്കണം, POK പിടിക്കുമെന്നല്ലേ പറഞ്ഞത്. എവിടെ POK പിടിച്ചു? ഒരു തുള്ളി രക്തം പോലും ചിന്താതെ POK നമ്മളിലേക്ക് വരാനുള്ള ആ വഴി നമ്മളിങ്ങനെ തുറന്നുകൊണ്ട് വരികയാണ്. ആ വഴി കൃത്യമായിട്ട് നമ്മളിങ്ങനെ തുറന്നു വരികയാണ്. അത് നമ്മളിലേക്ക് ഒരു തുള്ളി രക്തം ചിന്താതെ വരും. ഇത് ചിലപ്പോ ഞാൻ വിചാരിക്കുന്ന എന്റെ കാലഘട്ടം കഴിയും മുമ്പ് തന്നെ എന്തിനു പറയുന്നു, നരേന്ദ്രമോദിയുടെ കാലഘട്ടം കഴിയും മുമ്പ് തന്നെ POK വരും. ഈ POK ഇങ്ങ് എടുക്കൂ എന്ന് ഇവരിങ്ങനെ പറയുമ്പോ അവിടെ 55 ലക്ഷം സുഡാപ്പികളുണ്ട്. അവന്മാരെ നമ്മളിങ്ങ് പിടിച്ച് നമ്മുടെ ഇടയിലോട്ട് കയറ്റിയാൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആസനത്തിൽ ആറ്റം ബോംബ് തിരികുന്നത് പോലെ ആയിപ്പോ യഥാർത്ഥത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അതെ. സാഹചര്യം അതെല്ലാം നമ്മൾ നോക്കണമല്ലോ. POK നാളെ നമുക്ക് പോയി യുദ്ധം ചെയ്ത് പിടികൂടാൻ പറ്റാത്തോണ്ടാണോ? നാളെ നരേന്ദ്രമോദിക്ക് അവിടെ ഒരു അതെ. ന്യൂക്ലിയർ ബോംബ് ഇടാൻ പറ്റാത്തോണ്ടാണോ? ആരും ചോദിക്കാൻ പറ്റില്ല POKയിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. കാരണം POKയ്ക്ക് ഒരു വിലയില്ല. ചൈന എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അവിടെയുള്ള 55 ലക്ഷം ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POK നമ്മൾ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് എത്രത്തോളമാണ്? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനം എല്ലാം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു 100 വർഷം പിറകിലോട്ടടിക്കും, വീണ്ടും അവിടെ തുടങ്ങേണ്ടി വരും. 1971 ഇന്ദിരാഗാന്ധി യുദ്ധം ജയിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോ യുദ്ധം ജയിച്ചിട്ട് എന്ത് നേടി? തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട് ബംഗ്ലാദേശ് നമുക്ക് തലവേദനയായിട്ട്. അതാണ് നമ്മൾ നേടിയത്. അന്ന് കിട്ടിയ 93,000 പട്ടാളക്കാരെയും കറാച്ചി വരെ നമ്മൾ വിട്ടുകൊടുത്തില്ലേ? എന്ത് നേടി? എനിക്കറിയില്ല എന്ത് നേടി. അതെ, ഇതില് ഇപ്പൊ നമ്മൾ പറയുന്ന വെച്ചാല് എന്ത് നേടി എന്നുള്ളത് വെച്ചാൽ ആ സമയത്ത് നമ്മൾക്ക് പലതും നേടാമായിരുന്നു, അത് പലതും അതെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ കറക്റ്റ്. നമ്മുടെ എന്നാ സിലിഗുരി കോറിഡോറിന് ആ സമയത്ത് കുറച്ചുകൂടെ ഹിന്ദു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അവരെ അങ്ങോട്ട് മാറ്റുകയും നമുക്ക് അതൊന്ന് വീതി കൂട്ടിയെടുക്കാൻ ചെയ്യായിരുന്നു. അപ്പോ പോരാത്തതിന് ഇപ്പൊ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ട്. അപ്പൊ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന് ഈ വേണ്ടി നമുക്ക് അവകാശവാദം ഉന്നയിക്കാനും. ഉന്നയിക്കാമായിരുന്നു. ഈ സിജോ സാർ, എനിക്ക് വളരെ, ഞാനത് കേൾക്കുമ്പോൾ ഞാൻ വളരെ ഞെട്ടലോട് കൂടിയാണ് അത് കേൾക്കുന്നത്. അതായത് നമ്മൾ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കി, അന്ന് ഇന്ദിരാഗാന്ധി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ സിലിഗുറി കോറിഡോർ നമുക്ക് വീതി കൂട്ടാമായിരുന്നു. ആ ബംഗ്ലാദേശിന്റെ എന്തോരം സ്ഥലം നമുക്ക് ഇങ്ങോട്ട് എടുക്കാമായിരുന്നു. ഒരു വാക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് ആ ദീർഘവീക്ഷണം ഇല്ലാതെ പോയത്? ഇവർ ഒരിക്കലും മന്ദബുദ്ധികളായതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേറെ ആരെങ്കിലും താല്പര്യം ഇതിന്റെ പിറകിലുണ്ടോ? എന്താണ് ഇവർക്ക് ഇത് എന്താണ് സംഭവം? ഇപ്പൊ നരേന്ദ്രമോദി അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ താറെടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. മണ്ടത്തരം കാണിച്ച് നമ്മുടെ രാജ്യത്തിന് ഇത്രയധികം അധപ്പതിച്ച ഇവന്മാർ ചെയ്തു വെച്ച ആ മണ്ടത്തരത്തിലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വീക്കായി പോകുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ടത്തരമാണ്. ജവഹർലാൽ നെഹ്റു കൊടുത്ത പാക് അധീന കശ്മീർ, ജവഹർലാൽ നെഹ്റു കൊടുത്ത അക്സായ് ചിന്, ബലൂചിസ്ഥാനെ അന്ന് ഫ്രീ ആക്കാമെന്ന് പറഞ്ഞു, നമ്മുടെ കൂടെ ചേർന്നോട്ടെ എന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. സിലിഗുറി കോറിഡോർ 1971 നമുക്ക് ഒരു രക്തം പോലും ചിന്താതെ നമുക്ക് അതൊന്ന് വീതി കൂട്ടിത്താടെ എന്ന് പറഞ്ഞാൽ അവർ വീതി കൂട്ടിത്തരും. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? എന്താണ് അത് സംഭവിച്ചത്? അത് എനിക്ക് ഇപ്പൊ ധനുഷ് പറഞ്ഞ ഈ കാര്യങ്ങളെക്കാളും എല്ലാം കൂടുതൽ എനിക്ക് വിഷമം തോന്നിയത്, അതായത് അന്ന് ആ യുദ്ധത്തിൽ 54 ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 54 പേരെ തിരിച്ചു വാങ്ങിക്കാതെയാണ് 93,000 പേരെ വിട്ടുകൊടുത്തത്. ബാക്കിയെല്ലാം പോട്ടെ, ആ 53,000 പേര് രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പോയതല്ലേ. നമ്മൾ 93,000 പേരെ വിട്ടുകൊടുത്തില്ലേ? ആ 54 പേരെ തിരിച്ച് നാട്ടിൽ അവരുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും അല്ലെങ്കിൽ കെട്ടുകളുടെയും മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അതുവരെയും ഒഴിവാക്കിയിട്ട് എന്തിനു വിട്ടുകൊടുത്തു എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ പല വാദഗതികളുണ്ട്. ഇപ്പം പറയുന്നുണ്ടല്ലോ, ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു, അല്ലെ ഈ ഇന്ത്യ പാകിസ്ഥാന്റെ ഇടയ്ക്ക് മൂന്നാമതൊരു കക്ഷി വന്നു. അതെങ്ങനെ വന്നു? എന്നാ ഇവിടെ പാർലമെന്റിൽ നിങ്ങൾ അത് വിശദീകരിക്കണമെന്നൊക്കെ പറയുന്നു. സി, ഇന്ത്യ പാകിസ്ഥാന്റെ ഇടയ്ക്ക് ഓൾവേസ് അമേരിക്ക ഉണ്ട്, ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ഇടയ്ക്ക് ഓൾവേസ് റഷ്യ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഇവർക്ക് അത് ബാർഗെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അതായത് റഷ്യയും നമുക്ക് സപ്പോർട്ടിങ് ആയിരുന്നില്ല. എന്തിന്?
ആ POK തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ റഷ്യൻ സപ്പോർട്ടിങ് ആയിരുന്നില്ല, അമേരിക്കൻ സപ്പോർട്ടിങ് ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഇന്ദിരാഗാന്ധിനെ സംബന്ധിച്ച് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യായിരുന്നു. ആ സാം മേനക്ഷ എന്ന് പറഞ്ഞാണ് ഞാനും കൂടെ വരാം, നമുക്ക് ചർച്ച നടത്താൻ പോകുമ്പോൾ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞാണ്. അതിനുള്ള സാം മേനക്ഷ അവര് ചർച്ചയ്ക്ക് പോയിട്ട് മേനക്ഷ ഈ എന്താണ് അവിടെ സംഭവിച്ചതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ആ സമയത്ത് ഭരണാധികാരികൾക്ക് അത് റൺ ചെയ്തെടുക്കാൻ പറ്റിയില്ല. അതിന് അവർക്ക് അതിൻ്റെതായ പിടിപ്പുകേടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ മാത്രം കുറ്റമാവണമെന്നില്ല. ചിലപ്പോൾ ആ ഒരു സമയത്ത് ലോക സാഹചര്യത്തിൽ ലോക ശക്തികൾ അതിനെ അനുവദിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ POK പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും പിടിക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു ടെറൈനാണ്. ആ ടെറൈനിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്കിട്ട് ചിലപ്പോൾ കുറെയൊക്കെ നാശനഷ്ടങ്ങൾ നമുക്ക് പട്ടാളക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ വിടുന്നത് ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞ് പാകിസ്ഥാൻ ഡീസ്റ്റെബിലൈസ് ആവുമ്പോൾ ഒരു ഗ്ലോബൽ നരേറ്റീവ് ബിൽഡ് ചെയ്തെടുക്കുകയും ആ സമയത്ത് ഈ പറയുന്ന ഇവരുടെ കയ്യിലുള്ള ഈ ആധുനികമായ ആയുധങ്ങൾ, എസ്പെഷ്യലി ന്യൂക്ലിയർ വെപ്പൺസ്, അത് അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റുക. അതായത് ഇപ്പൊ നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കണമെന്ന് പറഞ്ഞാൽ ഉക്രൈൻ റഷ്യയുടെ കാര്യത്തിൽ നിന്ന് ഉക്രൈൻ്റെ കയ്യിലുള്ള ബോംബുകൾ റഷ്യക്ക് കൈമാറിയ പോലെ തന്നെ ഇതിനൊരു യെസ്. ലോങ് ടൈം ആയിട്ടുള്ള ഒരു വലിയ ഗെയിമുണ്ട്. ടു ബി സ്പെസിഫിക് ഇന്നതാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സംതിങ് റിലേറ്റഡ് ടു ദിസ് അത് 100% ആണ്. ഏഹ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ. എന്തായാലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ MP-മാരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. വളരെ ലോജിക്കലായിട്ടാണ് പുള്ളി പറയുന്നത്. അതായത് താങ്കൾ പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ നാളെ 4ആയിട്ട് പിളരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സിന്ധിലെ വെള്ളം അങ്ങോട്ടേക്ക് എത്തുന്നില്ല. വെള്ളം തരണേ, കരുണ കാണിക്കണേ തന്നെ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അത് ജല ബോംബാണ്. അതിന്റെ പ്രത്യാഘാതം കാണാനിരിക്കുന്നേ ഉള്ളൂ. 4അല്ല 14ആയിട്ട് പിളരാനുള്ള ബോംബാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് പിളർന്നു പോകുമ്പോൾ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ശക്തിയാണ്. ആ ന്യൂക്ലിയർ വെപ്പൺസ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു ആശങ്ക നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്തിനുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ നീക്കം നടത്തുന്നത്. വളരെ ലോജിക്കലായിട്ട് ഏത് മണ്ടനും ചിന്തിച്ചാൽ മനസ്സിലാകും. താങ്ക് യു സാർ.